എല്ലാവർക്കും ഡയറ്റ് ലാബിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഫേസിലൊക്കെ വരുന്ന റിങ്കിൾസിനെയും സ്കാർസിനെയൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, നമ്മുടെ ബോഡിയിൽ വരുന്ന റിങ്കിൾസിനെയൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, സിറംസ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, ഹോം റെമഡീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. നമ്മുടെ സ്കിൻ ടോൺ ഏതും ആയിക്കോട്ടെ, ഫെയർ ആയാലും മീഡിയം ആയാലും ഡാർക്ക് ആയാലും, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ സ്കിന്നും റിസൾട്ട് തിരിച്ച് തരുന്നത്. നമ്മൾ പല പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡയറ്റും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്രൂട്ട്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ബെറീസ്. ബെറീസ് എന്ന് പറയുന്നത് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ആന്തോസയാൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും കൊളാജൻ പ്രൊഡക്ഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും റിങ്കിൾസിനെയും സ്കാർസിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ എപ്പോഴും യൂത്ത്ഫുൾ ആയിട്ടിരുത്താനും സ്മൂത്ത് ആയിട്ടിരുത്താനും ബെറീസ് വളരെ നല്ലതാണ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സിട്രസ് ഫ്രൂട്ട്സ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓറഞ്ചസും ലെമണും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രൂട്ടായിട്ടും ജ്യൂസായിട്ടും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ് സിട്രസ് ഫ്രൂട്ട്സ്. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉണ്ട്. നമുക്കറിയാം ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിട്ട് നൽകുന്നതാണ് വൈറ്റമിൻ സി. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വരുന്ന ചുളുക്കുകളും അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റും വരുന്ന കറുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് സിട്രസ് ഫ്രൂട്ട്സ്. സിട്രസ് ഫ്രൂട്ട്സിന് വേറൊരു കഴിവുമുണ്ട്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അതായത് നമ്മളെ യുവത്വം നിലനിർത്താനായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഏജൻറ്റും കൂടെ നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഓറഞ്ചസും ലെമൺസും അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ. അടുത്തൊരു പവർഫുൾ ഫ്രൂട്ടാണ് അവക്കാഡോ. അവക്കാഡോയിൽ ധാരാളമായിട്ട് ഹെൽത്തി ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഇയും ഗ്ലൂട്ടത്തൈനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന റിങ്കിൾസിനെയും സ്കാർസിനെയും ആക്നെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. നല്ലതുപോലെ ഗ്ലോ നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോസ്. നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം ഒരുപാട് പേർക്കും അവക്കാഡോസ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ സ്മൂത്തീസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോൾ അവക്കാഡോ പ്ലസ് ഒരു ബനാനയോ അല്ലെന്നുണ്ടെങ്കിൽ അവക്കാഡോ പ്ലസ് ഒരു ഹാഫ് മാംഗോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ സ്മൂത്തീസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അടുത്തൊരു പവർഫുൾ ഫ്രൂട്ടാണ് പപ്പായ. പപ്പായയിൽ ധാരാളമായിട്ടും വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിങ്കിൾസിനെയും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻസിൽ വരുന്ന സ്കാർസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യുവത്വം നിലനിർത്താനും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ നൽകാനും സ്മൂത്ത് നൽകാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് പപ്പായ. പപ്പൈൻ എന്നുള്ളൊരു എൻസൈം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡൈജഷനും വളരെ നല്ലതാണ് പപ്പായ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് ഡയറ്റിൽ ആപ്രിക്കോട്ട്സ് ആഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എയും സിയും ഇയും ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമുക്ക് യുവത്വം നിലനിർത്താനായിട്ട് ആപ്രിക്കോട്ട്സ് വളരെ നല്ലതാണ്. അതേപോലെ കൊളാജൻ പ്രൊഡക്ഷന് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നല്ലതാണ്. സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും കോംപ്ലക്ഷൻ ബ്രൈറ്റൻ ആക്കാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ആപ്രിക്കോട്ട്സ്. ഇത് ഡ്രൈ ഫോമിൽ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഡയറ്റിൽ ടൊമാറ്റോസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ 94% വാട്ടറാണ് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും സ്കിന്നിന് ഗ്ലോ നൽകാനും അൾട്രാ വയലറ്റ് റേസ് കൊണ്ടുണ്ടാകുന്ന ടാൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ടൊമാറ്റോസ് നമ്മൾ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് ഡയറ്റിലെ ക്യാരറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ക്യാരറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബീറ്റ കരോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ക്യാരറ്റ്സിൽ. നമ്മുടെ ഐക്ക് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളാജൻ പ്രൊഡക്ഷനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും നല്ല ഗ്ലോ നൽകാനും റിങ്കിൾസിനെയും സ്കാർസിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ക്യാരറ്റ്. ഇതിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുള്ളായിട്ട് ഇരുത്താനായിട്ട് ക്യാരറ്റ് വളരെ നല്ലതാണ്. നമ്മുടെ കുട്ടികൾക്കും ക്യാരറ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ കണ്ണുകളുടെ ശക്തിക്കും അതുപോലെ അവരുടെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് ക്യാരറ്റ്.
അടുത്തതായിട്ട് സ്കിന്നിനെ യൂത്ത്ഫുള്ളായിട്ട് ഇരുത്താനായിട്ട് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വളരെ നല്ലതാണ്. സ്പിനാച്ചും കെയിലും അതുപോലെ തന്നെ ലെറ്റ്യൂസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും സ്കിന്നിന് ഗ്ലോ നൽകാനും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ സാലഡ് രൂപത്തിലൊക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പംകിൻ എന്ന് പറയുന്ന ഹൈ ഫൈബറാണ്. അതേപോലെ തന്നെ നമ്മുടെ pH ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ നല്ലതാണ്. സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ വളരെ നല്ലതാണ്. അതേപോലെ സിങ്ക് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഓയിൽ സെക്രേഷൻ റെഗുലേഷനും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോസ് ഇൻക്ലൂഡ് ചെയ്യാം. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന വൈറ്റമിൻ എയും സിയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും ഗ്ലോ നൽകാനും നമ്മുടെ റിങ്കിൾസും സ്കാർസിനെയും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോസ് വളരെ നല്ലതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റത്തിൽ നിന്ന് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ചൂസ് ചെയ്ത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നല്ല യൂത്ത്ഫുള്ളായിട്ട് ഇരുത്താനും റിങ്കിൾസും സ്കാർസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഗ്ലോ നൽകാനും കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റം ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഡയറ്റ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അപ്പോയിൻറ്റ്മെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.